നമസ്തേ ബച്ചോ, വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ തബ് യാദ് തുമാരി ആത്തി ഹെ എന്ന കവിത പഠിക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? രാം നരേഷ് ത്രിപാഠി. അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. രാം നരേഷ് ത്രിപാഠി 1881-1962 उत्तर प्रदेश के സുൽത്താൻപൂർ ജില്ലയ്ക്ക് കൊയ്രിപൂർ ഗാവ് മേ ജൻ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലെ കൊയ്രിപൂർ എന്ന ഗ്രാമത്തിലാണ്. കവിതാओं के अलावा उपन्यास, नाटक, ആലോചന और बाल साहित्य की रचना की. അദ്ദേഹം എന്ത് ചെയ്തു? കവിത കൂടാതെ ഉപന്യാസം നോവലുകളും നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യം, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകളും വിമർശനവുമായി ബന്ധപ്പെട്ട കൃതികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രചിച്ചിട്ടുണ്ട്. പ്രമുഖ കൃതിയ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മിലൻ, പഥിക്, സ്വപ്ന തഥ മാനസി. അപ്പോൾ നമുക്ക് രാം നരേഷ് ത്രിപാഠിയുടെ കവിതയുടെ പേരെന്താണ്? തബ് യാദ് തുമാരി ആത്തി ഹെ എന്ന കവിതയിലേക്ക് കടക്കാം. ജബ് बहुत सुबह चिड़िया उठकर कुछ गीत खुशी के गाती है, कलियां दरवाजे खोल खोल जब दुनिया पर मुस्काती है, खुशबू की लहरें जब घर से बाहर आ दौड़ लगाती हैं, हे जग के सिरजनहार प्रभो तब याद तुम्हारी आती है. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കവി ആരെയോ ഓർക്കുന്നുണ്ട്. യാദ് കർണ എന്താ? ഓർമ്മിക്കുക. ആരെയാണ് ഓർക്കുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ജബ് ബഹുത്ത് സുബഹ് ചിടിയാം ഉട്ട്കർ കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ. ജബ് എപ്പോഴാണോ, ബഹുത്ത് സുബഹ് അതായത് സുബഹ് എന്താ? പ്രഭാതം, രാവിലെ, ഒരുപാട് നേരത്തെ, വളരെ നേരത്തെ. ചിടിയാം ഉട്ട്കർ, ചിടിയാം എന്താ? പക്ഷികൾ എഴുന്നേറ്റിട്ട് കുച്ച് ഗീത് ഖുഷി കെ ഗാത്തി ഹെ എന്താണ്? പാട്ട് പാടുന്നു. എന്തിൻ്റെ? സന്തോഷത്തിൻ്റെ പാട്ടുകൾ എന്ത് ചെയ്യുന്നു? ആലപിക്കുന്നു. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? രാവിലെ കിളികളെല്ലാം എന്ത് ചെയ്യും? ചിലയ്ക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കും, ആ ഒരു ശബ്ദം കേൾക്കും അല്ലേ? അത് കവിക്ക് എന്തായിട്ട് തോന്നുന്നു? സന്തോഷത്തിൻ്റെ ഗാനം ആലപിക്കുന്നതായിട്ട് കവിക്ക് തോന്നുന്നു. ഇവിടെ കവി എന്താ പറയുന്നത്? അതിരാവിലെ എന്ത് ചെയ്യുന്നു? അതായത് പക്ഷികൾ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നു? സന്തോഷത്തിൻ്റെ ഗാനം ആലപിക്കുന്നു. കലിയാം ദർവാസെ ഖോൽ ഖോൽ ജബ് ദുനിയാ പർ മുസ്കാത്തി ഹെ. എപ്പോഴാണോ? കലിയാം എന്താ? മൊട്ടുകൾ അതായത് പൂവിൻ്റെ മൊട്ടുകൾ. ദർവാസെ ഖോൽ ഖോൽ വാതിൽ തുറന്നിട്ട്. ഖോലിന് എന്താ? തുറക്കുക. മൊട്ടുകൾ എങ്ങനെയാണ് വാതിൽ തുറക്കുന്നത്? അതായത് രാവിലെ എന്ത് ചെയ്യുന്നു? പൂമൊട്ടുകളെല്ലാം വിരിയുന്നു. അതിനെയാണ് കവി ഇവിടെ എന്തെന്ന് പറയുന്നത്? കലിയാം ദർവാസെ ഖോൽ ഖോൽ, അതായത് എന്താ? പൂമൊട്ടുകൾ വാതിലുകൾ തുറന്നിട്ട് ജബ് ദുനിയാ പർ മുസ്കാത്തി ഹെ എന്ത് ചെയ്യുന്നു? ലോകത്തിനെ നോക്കി. ദുനിയ എന്താ? ലോകം, ലോകത്തിനെ നോക്കി. മുസ്കാത്തി ഹെ മുസ്കാന പുഞ്ചിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? പൂമൊട്ടുകൾ എന്ത് ചെയ്തു? വാതിൽ തുറന്ന് ലോകത്തിനെ നോക്കി എന്ത് ചെയ്യുന്നു? പുഞ്ചിരിക്കുന്നു. അതായത് പൂമൊട്ടുകൾ എന്തായി വിരിയുന്നു? പൂക്കളായി വിരിയുന്നു. അതിനെ ഇവിടെ കവി എന്തായി പറയുന്നു? ദർവാസ, അതായത് ഒരു വാതിലായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഖുഷ്ബൂ കി ലഹരേം ജബ് ഘർ സേ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ. എന്താ? ഖുഷ്ബു എന്താ? സുഗന്ധം. ഖുഷ്ബൂ കി ലഹരേം സുഗന്ധത്തിൻ്റെ തിരകൾ ജബ് ഘർ സേ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ വീട്ടിൽ നിന്ന് രാവിലെ, അതായത് രാവിലെ നമ്മൾ എന്ത് ചെയ്യും? വിളക്കൊക്കെ കത്തിച്ച്, അതായത് ചന്ദനത്തിരിയുടെയൊക്കെ ആ ഒരു സുഗന്ധം വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വീട്ടിലുള്ളിലൊക്കെ എന്ത് ചെയ്യും? പൂക്കളൊക്കെ എന്ത് ചെയ്യും? വിരിഞ്ഞിട്ട് അതിൻ്റെ സുഗന്ധം എന്ത് ചെയ്യുന്നു? ഘർ സേ ബാഹർ ആ ദൗഡ് ലഗാത്തി ഹെ. കവിക്ക് എന്തായി തോന്നുന്നു? വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ആ ഒരു സുഗന്ധം ഓടി നടക്കുന്നതായിട്ട്, അതായത് ഒരു തിരയടിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? ആ ഒരു സുഗന്ധം വീട്ടിന് പുറത്തേക്ക് ഓടുന്നത് പോലെ എന്ത് ചെയ്യുന്നു? കവിക്ക് തോന്നുന്നു. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭോ തബ് യാദ് തുമാരി ആത്തി ഹെ.
ഹേ ജഗ് കെ അതായത് ലോകത്തിൻ്റെ സിർജൻഹാർ അതായത് സ്രഷ്ടാവ്, ലോകത്തിൻ്റെ സൃഷ്ടാവ് അതായത് ദൈവത്തോട്, ദൈവത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? തബ് യാദ് തുമാരി ആത്തി ഹേ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കവിക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ഇവയുടെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിനെ കവി ഓർക്കുന്നു. പൂക്കളുടെ സുഗന്ധവും രാവിലെ പക്ഷികളുടെ പാട്ടും എല്ലാം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കവിക്ക് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ഓർമ്മ വരുന്നത്. അടുത്ത വരിയിലേക്ക് കടക്കാം. ചുപ്ചാപ് ചമക്തെ താരോം കി महफिल जब रात सजाती है, जब चांद शान से उठता है, दिल की दुनिया जग जाती है. कुछ पता नहीं लेकिन ज़रूर वह संदेशा कुछ पाती है. हे जग के सिरजनहार प्रभो तब याद तुम्हारी आती है. चुपचाप चमकते तारों की महफिल जब रात सजाती है. എന്ത് ചെയ്യുന്നു? ചുപ്ചാപ്പ് അതായത് നിശബ്ദമായി, ചമക്ന തിളങ്ങുക, നിശബ്ദമായി തിളങ്ങുന്ന താരോം നക്ഷത്രങ്ങൾ, മഹഫിൽ ജബ് രാത്ത് സജാത്തി ഹേ രാത്ത് രാത്രി, രാത്രിയെ അലങ്കരിക്കുന്നത് എന്താണ്? നിശബ്ദമായി ചമക്ന തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അവ എന്ത് ചെയ്യുന്നു? മെഹഫിൽ, മെഹഫിൽ അതായത് ഒരു സഭ, ഒരു സഭ അല്ലെങ്കിൽ സമ്മേളനം, ഒരു സമ്മേളനം കൂടുന്നത് പോലെ നക്ഷത്രങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് കൂടി നിന്നിട്ട് എന്ത് ചെയ്യുന്നു? രാത്രിയെ അലങ്കരിക്കുന്നു. എങ്ങനെയാണ്? ചുപ്ചാപ്പ് അതായത് നിശബ്ദമായി നക്ഷത്രങ്ങൾ ഒരു സമ്മേളനം പോലെ ഒന്നിച്ച് കൂടി നിന്നിട്ട് എന്ത് ചെയ്യുന്നു? രാത്രിയെ സജാന അലങ്കരിക്കുക, രാത്രിയെ അലങ്കരിക്കുന്നു. जब चांद शान से उठता है, दिल की दुनिया जग जाती है. എന്താണ്? ജബ് ചാന്ദ്, ചാന്ദ് നക്ഷത്രം, ഷാൻ സേ ഉഠ്താ ഹേ അതായത് നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഷാൻ സേ അതായത് ഒരു അഹംഭാവത്തോടു കൂടി, ആ ഒരു പ്രഭയോടു കൂടി എന്ത് ചെയ്യുന്നു? ഉഠ്താ ഹേ എന്ത് ചെയ്യുന്നു? ഉണരുമ്പോൾ, ചന്ദ്രൻ ഒരു അഹംഭാവത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഉണരുമ്പോൾ എന്ത് ചെയ്യുന്നു? ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ. ദിൽ മനസ്സിൽ, നമ്മളെ മനസ്സെന്ത് ചെയ്യുന്നു? മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. അതായത് രാത്രിയെ ഒരുക്കുന്നത് എന്താണ്? നക്ഷത്രങ്ങൾ, അതായത് നിശബ്ദമായി മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു? രാത്രിയെ ഒരുക്കുന്നു. അതായത് ആ ഒരു അഹംഭാവത്തോടെ, ആ ഒരു പ്രഭയോട് കൂടി ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഉയരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സെല്ലാം മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സെല്ലാം മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നു. കുച്ച് പതാ നഹി ലേക്കിൻ ജരൂർ വഹ് സന്ദേശ് കുച്ച് പാത്തി ഹേ. ഇവയെല്ലാം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എന്തോ ഒരു സന്ദേശം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? അതെന്താണെന്ന് കവിക്കറിയില്ല. കുച്ച് പതാ നഹി, അതിനെപ്പറ്റി ഒന്നും എന്ത് ചെയ്യില്ല, കവിക്കറിയില്ല. ലേക്കിൻ ജരൂർ വഹ് സന്ദേശ് കുച്ച് പാത്തി ഹേ, അവയെല്ലാം എന്ത് ചെയ്യണം? എന്തോ ഒരു സന്ദേശങ്ങൾ കൈമാറുകയാണ്. ഏതൊക്കെയാണ്? ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം എന്ത് ചെയ്യുന്നു? എന്തോ സന്ദേശം കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി എന്ത് ചെയ്യില്ല, കവിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭോ തബ് യാദ് തുമാരി ആത്തി ഹേ. ജഗത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിനോട് എന്ത് പറയുന്നു? ഇവയെല്ലാം കാണുമ്പോൾ കവിക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? തബ് യാദ് തുമാരി ആത്തി ഹേ, എനിക്ക് നിന്നെയാണ് ഓർമ്മ വരുന്നത്. നക്ഷത്രങ്ങളും ചന്ദ്രനും അവയെല്ലാം എന്ത് ചെയ്യുന്നു? മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകുമ്പോൾ ആരെയാണ് കവി ഓർക്കുന്നത്? ഇവയുടെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിനെ എന്ത് ചെയ്യുന്നു? കവി ഓർക്കുന്നു. അതിനുശേഷം എന്താ പറഞ്ഞേ? जब छम छम बूंदें गिरती है, बिजली चमचम कर जाती है, मैदानों में वन बागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती ठोकर लाती है, हे जग के सिरजनहार प्रभो तब याद तुम्हारी आती है. എന്താ പറയുന്നത് ഇവിടെ? ജബ ഛം ഛം ബൂന്തേ ഗിർത്തി ഹേ. ചിത്രത്തിൽ കണ്ടോ? എന്ത് ചെയ്യുന്നു? ഒരു മഴക്കാലത്തിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജബ് ഛം ഛം ബൂന്തേ ഗിർത്തി ഹേ. ബൂന്ത തുള്ളികൾ, ഗിർന വീഴുക.
എപ്പോഴാണോ ജബ് ഛം ഛം ബൂന്തേ ഗിർത്തി ഹെ, അതായത് മഴ പെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? ഛം ഛം. ഛം ഛം ശബ്ദത്തോടു കൂടി എന്ത് വീഴുന്നു? മഞ്ഞുതുള്ളി, അതായത് മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വീഴുന്നു. ബിജലി ചം ചം കർ ജാത്തി ഹെ, ബിജലി എന്താ? മിന്നലുകൾ. മിന്നലുകൾ എന്ത് ചെയ്യുന്നു? ചം ചം കർ ജാത്തി ഹെ, ആ മിന്നലിന്റെ ഒരു ശബ്ദമാണ്. ചം ചം ശബ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു? മിന്നലുകൾ വരുന്നു. മൈതാനോമേം വൻ ഭാഗോമേം ജബ് ഹരിയാലി ലഹരാത്തി ഹെ, മൈതാൻ എന്ന മൈതാനം, മൈതാനത്തിലും വൻ വനം, ഭാഗോമേ ബഗീച്ച എന്ന പൂന്തോട്ടം, ബാഗ് പൂന്തോട്ടം, വൻ ഭാഗോമേ വനങ്ങളിലും പൂന്തോട്ടങ്ങളിലും, ജബ് ഹരിയാലി ലഹരാത്തി ഹേ, ഹരിയാലി എന്താ? പച്ചപ്പ്. ഹരിയാലി ലഹരാത്തി ഹേ, അതായത് ലഹരാൻ എന്താ? തിരയടിക്കുന്നത് പോലെ, ലഹർ തിരമാല, ലഹരാത്തി തിരയടിക്കുന്നത് പോലെ എന്താ? പച്ചപ്പ്. ജബ് ഠണ്ടി, പച്ചപ്പ് അതായത് ആ ഒരു മഴക്കാലത്ത് എന്ത് ചെയ്യും? ഇലകളൊക്കെ തിളിർത്ത് എന്ത് ചെയ്യും? ആ ഒരു പച്ചപ്പ് എന്ത് ചെയ്യും? കൂടുന്നു. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഹരിയാലി ലഹരാത്തി, ഒരു തിരയടിക്കുന്നത് പോലെ പച്ചപ്പുകൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു. എവിടെയൊക്കെയാ? മൈതാനങ്ങളിലും വനങ്ങളിലും പൂന്തോട്ടങ്ങളിലും. ജബ് ഠണ്ടി ഠണ്ടി ഹവ കഹീ സെ മസ്തി ഠോക്കർ ലാത്തി ഹെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഒരു മഴ സമയത്ത് എന്ത് ചെയ്യുന്നു? ഠണ്ടി ഠണ്ടി, തണുത്ത, നല്ല ഠണ്ട, തണുത്തത്, തണുത്ത ഹവ എന്താ? കാറ്റ്. ജബ് ഠണ്ടി ഠണ്ടി ഹവ, അതായത് തണുത്ത കാറ്റുകൾ എന്ത് ചെയ്യുന്നു? കഹീസെ, എവിടെ നിന്നോ, മസ്തി ഠോക്കർ ലാത്തി ഹേ, അതായത് എന്ത് ചെയ്യുന്നു? നമ്മളെ ആ ഒരു സന്തോഷിപ്പിക്കാൻ, മനസ്സിനെ എന്ത് ചെയ്യുന്നു? ആനന്ദത്തോടു കൂടി, ആ ഒരു ആനന്ദത്തോടു കൂടി എന്ത് കൊണ്ടുവരുന്നു? തണുത്ത കാറ്റ് നമുക്ക് മനസ്സിന് കുളിർമയും ആനന്ദവും ഒക്കെ എന്ത് ചെയ്യുന്നു? തരുന്നു. എന്ത് തരുന്നു? തണുത്ത കാറ്റ് നമുക്ക് കൊണ്ട് തരുന്നു. ഹേ ജഗ് കെ സിർജൻഹാർ പ്രഭോ തബ് യാദ് തുമാരി ആത്തി ഹേ, എന്ത് ചെയ്യുന്നു? ഈ ഒരു മഴക്കാലവും പച്ചപ്പും എല്ലാം കാണുമ്പോൾ, ഈ കുളിർകാറ്റും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? കവി ആരെയാ ഓർക്കുന്നത്? ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിനെ കവി ഓർക്കുന്നു. തബ് യാദ് തുമാരി ആത്തി ഹേ, അപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരുന്നു. ആരെയാ? സിർജൻഹാർ പ്രഭു, ആരാണ്? ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ഈശ്വരൻ. പ്രഭു, പ്രഭു എന്ന് വിളിക്കുന്നത് ആരെയാ? ദൈവത്തിനെയാണ് കവി വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? കവി പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ഈ പ്രകൃതിയുടെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിനെ കവി എന്ത് ചെയ്യുന്നു? ഓർക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വരികളിൽ എന്തു പറഞ്ഞു കവി? പ്രഭാതത്തെ ചിത്രീകരിച്ചു അല്ലേ? എന്ത് ചെയ്തു? രാവിലെ ചിടിയാമെന്താ പക്ഷികളൊക്കെ ഉണരുന്നു, അവയുടെ ശബ്ദം എന്ത് ചെയ്തു? ഒരു കവിതയായിട്ട് കവിക്ക് തോന്നി. പിന്നെ എന്ത് ചെയ്തു? പൂക്കൾ വിടരുന്നതിനെ കലിയാൻ ദർവാസ കൊല, ദർവാസ എന്താ? വാതിലുകൾ തുറക്കുന്നത് പോലെ പൂക്കൾ വിരിയുന്നതിനെ കവി പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? വീടുകളിൽ നിന്നും ഖുഷ്ബു എന്താ? സുഗന്ധമെല്ലാം പുറത്തേക്ക് ഓടി നടക്കുന്നതായിട്ട് കവിക്ക് തോന്നി. ഇവയെല്ലാം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? കവി ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ഈശ്വരനെ ഓർക്കുന്നു. അടുത്തതായിട്ട് എന്താ പറഞ്ഞത്? രാത്രിയുടെ രാത്രിയാണല്ലേ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? രാത്രി നിശബ്ദമായി മിന്നുന്ന നക്ഷത്രങ്ങൾ, അവയെല്ലാം എന്ത് ചെയ്യുന്നു? രാത്രിയെ അലങ്കരിക്കുന്നു. അവയെല്ലാം എങ്ങനെയാ നിൽക്കുന്നത്? മെഹഫിൽ, അതായത് ഒരു സമ്മേളനം കൂടുന്നത് പോലെ ഒന്നിച്ച് കൂടി നിന്ന് രാത്രിയെ അലങ്കരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ചന്ദ്രനെ പറഞ്ഞു അല്ലേ? എന്ത് ചെയ്യുന്നു? അതായത് ആ രാത്രി സമയത്ത് എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ ഒരു അഹംഭാവത്തോടു കൂടി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഉദിച്ചു വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മളെ മറ്റൊരു ലോകത്തേക്ക്, നമ്മുടെ മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അവ തമ്മിൽ എന്ത് ചെയ്യുന്നു? എന്തോ ഒരു സന്ദേശം കൈമാറുന്നതായിട്ട് കവിക്ക് തോന്നുന്നു. പക്ഷെ അത് എന്ത് സന്ദേശമാണെന്ന് കവിക്ക് അറിയാമോ? ഇല്ല, അതിനെപ്പറ്റി കവിക്കൊന്നും അറിയില്ല. ഇവയെല്ലാം കാണുമ്പോൾ കവിക്ക് ആരെയാ ഓർമ്മ വരുന്നത്? സൃഷ്ടാവായ ഈശ്വരനെ. പിന്നെ എന്താ പറഞ്ഞത്? ആ ഒരു മഴക്കാല സമയം കവി ഇവിടെ പറഞ്ഞു. എന്ത് ചെയ്തു? മഴ പോയി, അതായത് മഴത്തുള്ളികൾ, ബൂന്തേ, മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നു? വീഴുന്ന ആ ഒരു ശബ്ദവും മിന്നലുകളും, പിന്നെ എന്ത് ചെയ്യുന്നു? ആ ഒരു സമയത്ത് ഹരിയാലി, പച്ചപ്പുകൾ എന്ത് ചെയ്യുന്നത്? വരുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നു? ഠണ്ടി ഠണ്ടി ഹവ, അതായത് തണുത്ത കാറ്റുകളും ഒക്കെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഈ സമയത്തെല്ലാം എന്ത് ചെയ്യുന്നു? കവി ആരെയാണ് ഓർക്കുന്നത്? ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ഈശ്വരനെ എന്ത് ചെയ്യുന്നു? കവി ഓർക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രകൃതിയെയാണ് കവി വർണ്ണിക്കുന്നത്. പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈശ്വരനെ കവി ഓർക്കുന്നു. കവിത എല്ലാവർക്കും മനസ്സിലായോ? ആദ്യത്തെ ചോദ്യം എന്താ? ദർവാസ ഖൻ ഇൻ ശബ്ദോം കാ പ്രയോഗ് കവിനെ കിസ് അർത്ഥമേ കിയാ ഹെ, അതായത് വാതിൽ, വീട് എന്നീ വാക്കുകളുടെ പ്രയോഗം കവി എന്തർത്ഥത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്?
അടുത്ത ചോദ്യം എന്താ? മെഹഫിൽ കാ പ്രയോഗ കവിനെ ക്യോं കിയാ ഹെ? മെഹഫിൽ എന്താ? സമ്മേളനം. സമ്മേളനം എന്ന ആ ഒരു പ്രയോഗം എന്തിനാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അത് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാമല്ലോ. പിന്നെ എന്താ? വർഷാകാൽ കാ വർണ്ണൻ കവിനെ കിസ് പ്രകാർ കിയാ ഹെ? അതായത് ആ ഒരു മഴക്കാലത്തിനെ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? അതും കവിതയിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ആ ചോദ്യങ്ങൾ എഴുതാമല്ലോ. പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. എന്താ? സമാൻ അർത്ഥവാലെ ശബ്ദ് കവിത സെ ഢൂണ്ടോ? അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ കവിതയിൽ നിന്നും കണ്ടെത്താനാണ് പറയുന്നത്. ആദ്യത്തെ വാക്ക് എന്താ? പ്രാതഃ, അതായത് പ്രഭാതം. പ്രഭാതം എന്താ? പ്രഭാതത്തിന് ഇവിടെ ഏത് വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്? സുബഹ്. പ്രഭാത്, രണ്ടും ഒന്നാണ്, പ്രഭാതം എന്ന മീനിങ്. പിന്നെ എന്താ? സംസാർ. ലോകം. അതിന് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാ? ദുനിയ. അതുപോലെ മറ്റു വാക്കുകൾ കണ്ടെത്താമല്ലോ. അടുത്ത ചോദ്യം എന്താ? ലിഖേ, എഴുതാനാണ് പറയുന്നത്. എന്താ? ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ജയ്സെ പ്രഭാതയ്ക്ക് ശോഭ ബഠാനെ വാലി ചീസെ. അതായത് പ്രഭാതത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയായിരുന്നു കവിതയിൽ പറഞ്ഞത്? ചിടിയോം കെ ഗീത്, കലിയാം ഓർ ഉൻകി ഖുശ്ബു. ഏതൊക്കെയാ പറഞ്ഞത്? പക്ഷികൾ. ചിടിയാം എന്താ? പക്ഷികൾ. ചിടിയോം കെ ഗീത്, പക്ഷികളുടെ ഗീതം, അതായത് പാട്ട്. കലിയാം, പൂമൊട്ടുകൾ. ഓർ ഉൻകി ഖുശ്ബു, പിന്നെ അതിൻ്റെ സുഗന്ധവും. രാത്രിക്ക് ശോഭ ബഠാനെ വാലി ചീസെ. അതുപോലെ രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനായിട്ടൊരു ചോദ്യമുണ്ട്. എന്തൊക്കെയായിരിക്കാം? ചമക്തേ താരെ, എന്ത് ചെയ്യുന്നു? മിന്നുന്ന നക്ഷത്രങ്ങൾ. എന്താ? താരോം കി മെഹഫിൽ അല്ലേ, അതായത് നക്ഷത്രങ്ങളുടെ ഒരു സമ്മേളനം. ചാന്ദ് ഓർ ഉൻകി റോഷ്നി. എന്താണ്? അതായത് ചാന്ദ് എന്താ? നമ്മുടെ അമ്പിളി അമ്മാവൻ, അതായത് ചാന്ദ്, ചന്ദ്രന്റെ ആ ഒരു റോഷ്നി, പ്രകാശം. അവയെല്ലാം എന്ത് ചെയ്യുന്നു? രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നു. പിന്നെ എന്താ? ഭാവലിഖേ, അതായത് ഇവിടെ കവിതയുടെ ഒരു വരി തന്നിട്ടുണ്ട്, അതിൻ്റെ ഭാവം എഴുതാനായിട്ട് പറയുന്നുണ്ട്. ചുപ്ചാപ് ചമക്തേ താരോം കി മെഹഫിൽ ജബ് രാത് സജാത്തി ഹെ, ജബ് ചാന്ദ് ഷാൻ സെ ഉഡ്താ ഹെ, ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ, കുച്ച് പതാ നഹീം ലേക്കിൻ ജറൂർ വഹ് സന്ദേശ് കുച്ച് പാത്തി ഹെ. അതായത് ഇവിടെ രാത്രിയെ വർണ്ണിച്ചുകൊണ്ട് കവി എഴുതിയ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഭാവം എഴുതാനായിട്ട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താ? പങ്ക്തിയാം ജോഡെ, അതായത് വരികളെ യോജിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ജബ് നന്നി മുന്നി മുസ്കാത്തി ഹെ, ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ. ജബ് നന്നി മുന്നി, നന്നി എന്താ? ചെറിയ, മുന്നി കുട്ടി, ഇവിടെ പെൺകുട്ടി എന്ന രീതിയിലാണ് മുന്നി, ആൺകുട്ടിയാണെങ്കിൽ മുന്ന എന്ന് പറയാം. ജബ് നന്നി മുന്നി മുസ്കാത്തി ഹെ, എപ്പോഴാണോ ആ ചെറിയ പെൺകുട്ടി പുഞ്ചിരിക്കുന്നത്? ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ, നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ലോകത്തേക്ക് ആ പുഞ്ചിരി എന്ത് ചെയ്യുന്നു? നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അതുപോലെ ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ എന്ന രണ്ടാമത്തെ വരിയുണ്ട്. ആദ്യത്തെ വരി എന്ത് ചെയ്യാം? നമുക്ക് പൂരിപ്പിക്കാം. അവിടെ വൃത്തത്തിനുള്ളിലായിട്ട് കുറച്ച് വാക്കുകളും തന്നിട്ടുണ്ട്. എന്താ? ഓസ്കി ബൂന്ദേവ്. ഓസ്കി ബൂന്ദേവ് എന്താ? മഞ്ഞു തുള്ളികൾ. ठंडी हवा बहती है, തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ബഹത്തി ഹെ, വീശുന്നുണ്ട്. ഫൂൽ ഖിൽത്തെ, പൂക്കൾ വിരിയുന്നുണ്ട്. ഇവയെല്ലാം വച്ചിട്ട്, അതായത് ഇവ വച്ചിട്ട് ഓരോ സെൻറ്റൻസുകളായിട്ട് ഉണ്ടാക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ജബ് സുന്ദർ ഫൂൽ ഖിൽത്തെ ഹെ, ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ. എന്ത് ചെയ്യുന്നു? നല്ല മനോഹരമായ പൂക്കൾ വിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ, നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ലോകത്തേക്ക് എത്തുന്നു. മറ്റൊന്നുകൂടി പറയാം. ജബ് ഓസ്കി ബൂന്തേം ജമീൻ പർ ഗിർ ജാത്തി ഹെ, അതായത് മഞ്ഞുതുള്ളികൾ ആ തറയിലേക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹെ, നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ലോകത്തേക്ക് എത്തുന്നു. അതുപോലെയുള്ള സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക? നിർമ്മിക്കുക. അടുത്തായിട്ട് എന്താ? മസാലെ, അതായത് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഇവിടെ ഒരു ചിത്രകഥ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ എന്ത് ചെയ്യുന്നു? മരത്തിന്റെ ചുവട്ടിലായിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. അയാൾ എന്താ പറയുന്നത്? ഓ ഊണ്ടുവാലെ ഭായി ജറാ ഇധറാന. ആരെയെ വിളിക്കുന്നത്? ഊണ്ടുവാലെ ഭായി, അതായത് ആ ഒരു ഒട്ടകക്കാരനെ വിളിക്കുകയാണ്. അതേ ഒട്ടകക്കാരാ, ജറാ ഇധറാന, കുറച്ച് ഇവിടേക്ക് വന്നാലും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒട്ടകക്കാരൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ക്യാ ഹെ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഭായി ജറാ യഹ്
बेर मेरे मुंह में डाल दो. സഹോദര ഭായി ജരാ യഹ് ബേർ. ബേർ എന്താ? ആ മരത്തിലെ ആ പഴത്തിന്റെ പേരാ. എന്ത് ചെയ്യുന്നു? ഈ ഒരു ബേർ പഴം മേരെ മുഹുമേ ഡാൽ ദോ, എൻ്റെ വായിലേക്ക് ഇട്ട് തരാനായിട്ട് പറയുന്നുണ്ട്. ചിത്രത്തിൽ കണ്ടോ? എന്ത് ചെയ്യുന്നു? ഒരു പഴം അയാളുടെ ദേഹത്തുണ്ട്. അതെന്ത് ചെയ്യുക? എടുത്ത് വായിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അയാളോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒട്ടകക്കാരൻ എന്താ പറയുന്നത്? അച്ഛാ ഇസി കെ ലിയെ തുമ്നെ മുझे ഇത്നി ദൂർ സെ ബുലായ ഥാ. ഈ ഒരു ഇസ്കെ, അതായത് നല്ലതാ. എന്താ? ഇസി കെ ലിയെ, ഈ ഒരു കാര്യത്തിനായിട്ടാണോ തുമ്നെ, നീ മുझे ഇത്തനി ദൂർ സെ ബുലായ ഥാ, ഇത്രയും ദൂരത്ത് നിന്ന് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് ഈ ഒരു കാര്യത്തിനാണോ? ഛാത്തി പർ പടാ ബേർ തുംസെ അപ്നെ ആപ് മുഹ് മേ നഹീ ഡാലാ ജാത്താ. അതായത് ആ ഛാത്തി എന്താ? നെഞ്ച്. ആ നെഞ്ചിൽ ഇരിക്കുന്ന എന്താ? ആ ഒരു ബേർപ്പഴം നീ എന്ത് ചെയ്യുന്നില്ല? നിന്റെ സ്വന്തമായിട്ട് എടുത്ത് നിനക്ക് എന്തുകൊണ്ട് വായിലേക്ക് ഇട്ടുകൂടാ? ബെഡെ ആലസി ഹോജി, നിങ്ങൾ ഭയങ്കര ഒരു മടിയനാണ്. ആലസി എന്താ? മടിയൻ. മടിയനാണ് എന്ന് ആര് പറയുന്നു? ഒട്ടകക്കാരൻ പറയുന്നു. അയാൾ എന്ത് തിരിച്ചു പറയുന്നു? ഓർ തും कम आलसी हो जो इतनी दूर आकर भी इतना छोटा सा काम तुमसे नहीं किया जाता. അപ്പോൾ എന്താ മറുപടി പറയുന്നത്? തും കം ആലസി ഹോ, നീ എന്താ ഈ പറയുന്ന? നീ വലിയ മടിയൻ ആണല്ലോ. കാര്യം എന്താ? ജോ ഇത്രേ ദൂറാക്കാർ, ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് ഇത്തന ഛോട്ടാസാ കാം, ഇത്ര ചെറിയ ജോലി തുംസെ നഹീ കിയാ ജാത്ത, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലേ? ഇത്രയും ദൂരെ നിന്ന് നീ വന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും ദൂരെ നിന്ന് എന്തായാലും വന്നു, എന്നിട്ട് ഈ ഒരു ചെറിയ കാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ലേ? അപ്പോൾ ഒട്ടകക്കാരൻ എന്ത് പറയുന്നു? ഭായ് ആപ് ഹാത്ത് പയർ ഹിലാന നഹീ ചാഹത്തെ, ജബാൻ കി കൈഞ്ചി ചലാനെ മേ ഉസ്താദ് ഹെ. എന്താ പറയുന്നത്? ഭായ് സഹോദര, ആപ് ഹാത്ത് പയർ ഹിലാന നഹീ ചാഹത്തെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കയ്യും കാലും ഒന്നും അനക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ജബാൻ കി കേഞ്ചി ചലാനയമേ ഉസ്താദ് ഹെ. ജബാൻ എന്താ? നാക്ക്. നാക്കിൻ്റെ ആ ഒരു, അതായത് നാക്കിൻ്റെ നീളം കൂടിയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ നാക്ക് കൂടുതലായിട്ട്, അതായത് നാക്കിൻ്റെ നീളം കൂടുതൽ, അങ്ങനെ ഒരു മറുപടി നൽകാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്. പക്ഷെ എന്ത് ചെയ്യില്ല? സ്വന്തം കാര്യത്തിനായിട്ട് കൈയും കാലും അനക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര മടിയാണ് എന്നാര് പറയുന്നു? ഒട്ടകക്കാരൻ പറയുന്നു. അപ്പോൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഇന്ന് നമ്മളൊരു കവിത പഠിച്ചു. കവിതയുടെ പേരെന്തായിരുന്നു? തബ് യാദ് തുമാരി ആത്തി ഹേ. രാം നരേഷ് ത്രിപാഠി എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് നമ്മളിവിടെ പഠിച്ചത്. ഇവിടെ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് കവി എന്ത് ചെയ്യുന്നു? ഈശ്വരനെ ഓർക്കുന്നു. ഇവയുടെ എല്ലാം സ്രഷ്ടാവായ ഈശ്വരനെ കവി ഓർക്കുന്നു. കവിത എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ. അപ്പോൾ നന്നായി കവിത പഠിക്കുക. ധന്യവാദം.